ചോദ്യം വായിക്കുക. 1 മീറ്റർ ആഴമുള്ള ക്യൂബാകൃതിയിലുള്ള പാത്രത്തിൻ്റെ ഉള്ളളവ് എത്ര ലിറ്റർ? അപ്പോൾ ആദ്യം ഈ ഫിഗർ ക്യൂബാകൃതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാത്രമായിട്ടാണ് പറയുന്നത്. ഉണ്ടോ? ഇങ്ങനെ ഇരിക്കുന്ന ക്യൂബാകൃതിയിലെ പാത്രം. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും എന്താണ്? തുല്യമാണ്. ഇതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ഇയാളുടെ ഒരു വശത്തിന് എ എന്നെടുത്താൽ എല്ലാ വശങ്ങളും എ ആയിരിക്കും. അപ്പം അതാണ് ആദ്യം അറിയേണ്ടത്. ഇനി രണ്ടാമത് ഇതിൻ്റെ എന്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത്? ഉള്ളളവാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഉള്ളളവെന്ന് വെച്ചാൽ വ്യാപ്തം എന്നാണ്. എ എന്ന വശമുള്ള ഒരാളുടെ വ്യാപ്തമാണ് എ ക്യൂബ്. എ വശമുള്ള ക്യൂബിൻ്റെ വ്യാപ്തം, ഉള്ളളവിൻ്റെ ഇക്വേഷൻ എന്താണ്? എ ക്യൂബ്. ഇവിടെ എ എന്നുള്ളത് എത്രയാണ്? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു 1 മീറ്റർ. 1 മീറ്റർ ആണിത്. അപ്പോൾ വ്യാപ്തം എത്രയായിരിക്കും? ആ 1ൻ്റെ ക്യൂബ് അല്ലേ? അപ്പോൾ എത്ര? 1ൻ്റെ ക്യൂബ് എത്ര? 1 തന്നെ. മീറ്ററിൻ്റെ ക്യൂബ് പറയുമ്പോൾ മീറ്റർ ക്യൂബ് 1 മീറ്റർ ക്യൂബ് എന്ന് കിട്ടി. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്ന മുഴുവൻ കണ്ടോ? ലിറ്റർ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കണം. എന്ത് ചെയ്യണം? മീറ്റർ ക്യൂബ് തന്നാൽ മീറ്റർ ക്യൂബിനെ നമുക്ക് 1000 കൊണ്ട്, എത്ര പൂജ്യം വേണമെന്ന് ഈ പവർ നോക്കുമ്പോൾ മനസ്സിലാകും കേട്ടോ. 1000 കൊണ്ട് ഗുണിച്ചാൽ അയാൾ എന്താക്കി മാറ്റാം? ലിറ്റർ ആക്കി മാറ്റാം. അപ്പം 1 മീറ്റർ ക്യൂബ് എന്നുള്ളത് എങ്ങനെയായിരിക്കും? 1 ഇൻറ്റു മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടി? 1000 ലിറ്റർ. നമ്മുടെ ആൻസർ എത്രയാണ്? നമ്മുടെ ആൻസർ ഡി ആണ്. നമ്മുടെ ആൻസർ